ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ആരോഗ്യത്തെ അറിഞ്ഞു തുടങ്ങുമ്പോൾ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നു എന്ന് നാം കരുതുന്ന ഒട്ടേറെ ഘടകങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ ആരോഗ്യത്തെ ആരോഗ്യമായി, ജീവനെ ജീവനായി നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഊർജദായകമായ ഒന്നിനെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. അത് വിശ്രാന്തിയാണ്. വിശ്രാന്തിയെ കുറിച്ച് നാം ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: റീപോസ് ഈസ് realigning to the universal algorithm by exchanging prana to return to the original state. ജൈവ വ്യവസ്ഥകൾ അതിന്റെ ഒരു ലഘു ധർമ്മചക്രം പൂർത്തിയാക്കി അതിനായി വ്യയം ചെയ്ത ഊർജത്തെയും അപ്പോൾ ഉണ്ടായ അപഘടനയെയും പുനഃസ്ഥാപിക്കാനായി പ്രക്രിയകളെല്ലാം നിർത്തിവെച്ച് പ്രകൃതിയുമായി പ്രാണചാലനത്തിലൂടെ മാത്രം ഏകീഭാവത്തിലാകുന്ന തരുണമാണ് വിശ്രാന്തി. സത്തയുടെ പഞ്ചമാനങ്ങളും പുനഃസ്ഥാപിക്കപ്പെടുന്ന വിശ്രാന്തിയിലേക്കുള്ള യാത്ര വ്യാപൃതിയും കർമ്മവും അംഗചലനങ്ങളും ചിന്തയും ജാഗ്രതയും സ്മൃതിയും ക്രമമായി പിൻവലിഞ്ഞ് പ്രാണനിൽ അലിയുന്നതിലൂടെയാണ് സംഭവിക്കുക. അങ്ങനെ ഈ വിധത്തില് നമ്മള് പ്രാണനിൽ അലിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ശരീരത്തിന്റെ പുനർനിർമ്മിതി സംഭവിക്കുക. ഇത് എല്ലാ ജൈവ വ്യവസ്ഥകൾക്കും ബാധകമാണ്. എല്ലാ ജൈവ വ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ ഭൂമി എന്ന ജീവിക്കും ഇത് ബാധകമാണ്. ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, അതിൽ രാത്രി എന്ന് പറയുന്ന അവസ്ഥ യുക്തി കൊണ്ട് നമുക്ക് ചിന്തിക്കാം, അപ്പൊ മറുവശത്ത് ആക്റ്റീവ് അല്ലേ എന്നുള്ളത്. അത് ഓരോ ഘടനയ്ക്കനുസരിച്ചാണ് അതിന്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുക. അപ്പോ രാത്രിയിൽ എല്ലാ ജീവജാലങ്ങളും പിൻവലിഞ്ഞ് അതിന്റെ നിദ്രയിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥ പോലെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും, ഭൂമിയുടെ ശരീരമാണെങ്കിലും സത്തയുടെ ശരീരമാണെങ്കിലും ഒരു അവയവത്തിന്റെ ശരീരമാണെങ്കിലും, ആ ജൈവ വ്യവസ്ഥ അതിന്റെ ഒരു ധർമ്മം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, ഒരു തവണ അതിന്റെ ഒരു ധർമ്മം, ലഘുധർമ്മം, പൂർണ്ണമായ ധർമ്മമല്ല, ലഘുധർമ്മം, കാലികമായ ധർമ്മം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, ധർമ്മം പൂർത്തീകരിക്കാൻ ധർമ്മചക്രമാണല്ലോ, നമുക്കറിയാം. ധർമ്മം എന്ന് പറയുന്നത് ഒറ്റ പ്രക്രിയയല്ല, ഇതൊരു ചക്രമാണ്. ധർമ്മചക്രം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിനായി ഊർജം വ്യയം ചെയ്തേണ്ടി വന്നിട്ടുണ്ടാവും, ഊർജം ചിലവഴിച്ചിട്ടുണ്ടാവും. ആ ഊർജത്തെയും അപ്പോൾ ഉണ്ടായ അപഘടന പ്രവർത്തനങ്ങൾ, തേയ്മാനം ഉണ്ടാക്കും, ശരീരത്തിൽ തേയ്മാനങ്ങൾ ഉണ്ടാക്കും. ആ അപഘടനയെയും അതുപോലെ തന്നെ ക്രമീകരണങ്ങളിൽ തെറ്റുവരാം. നമ്മളിപ്പോ ഒരു യാത്ര ചെയ്ത മുടിയൊക്കെ ഇങ്ങനെ പറന്നു നിൽക്കും. അപ്പോ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു മിസ് അലൈൻമെന്റ്, ആ അലൈൻമെന്റിനെ പുനഃസ്ഥാപിക്കാനായിട്ട് എല്ലാ പ്രക്രിയകളും നിർത്തിവെച്ച് പ്രകൃതിയുമായി പ്രാണചാലനത്തിലൂടെ മാത്രം ഏകീഭാവത്തിലാകുന്ന തരുണമാണ് വിശ്രാന്തി. നമ്മള് ഈ രണ്ടു വസ്തുക്കള് പരസ്പരം കണക്ട് ചെയ്ത് നിന്നിട്ടാണ് ഊർജപ്രവാഹം സംഭവിക്കേണ്ടത്, അല്ലെ? അതായത് നമ്മൾ പ്ലഗില് പിന്ന് കുത്തുന്ന സമയത്ത് അവ കോണ്ടാക്റ്റിലാകേണ്ടതുണ്ട്. ഇലക്ട്രിക് ട്രെയിൻ പോകുന്ന സമയത്ത് അതിന്റെ മുകളില് ഉള്ള ആ ഒരു ഉപകരണമുണ്ട്, അതിങ്ങനെ സ്പർശിച്ച് നിൽക്കുമ്പോഴാണ് ആ വൈദ്യുത ചാലനം സംഭവിക്കുന്നത്. നമ്മൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ടല്ലോ, ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത് നിരന്തരം കുത്തിയിടുകയൊന്നുമില്ല. അത് കുത്തി ചാർജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വെളിയിലേക്ക് പോകും. ഈ കുത്തിയിടുന്ന ഒരവസ്ഥയുണ്ട്. ഇതുപോലെ പ്രകൃതിയുമായി, പ്രപഞ്ചവുമായി, പ്രപഞ്ചത്തിന്റെ ആ ഒരു ചലനാത്മകതയുമായി പ്രാണചാലനത്തിലൂടെ മാത്രം കണക്ട് ചെയ്ത് ഇടുന്ന, ചാർജ് ചെയ്യാനിടുന്ന ആ ഒരു തരുണം, ആ തരുണമാണ് വിശ്രാന്തി എന്ന് പറയുന്നത്. അപ്പോ വിശ്രാന്തി എന്ന് വെച്ചാൽ വിശ്രമം. ആ പൂർണ്ണമായിട്ടുള്ള വിശ്രാന്തി എന്ന് പറയുന്നത് സത്യത്തിൽ ശരീരത്തിന്റെ പഞ്ചമാനങ്ങളെയും പുനഃസ്ഥാപിക്കും. പഞ്ചമാനങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരം, ജീവൻ, മനസ്സ്, അനുരൂപനം, ചൈതന്യം, ഇങ്ങനെ 5 എണ്ണത്തിനെയും പുനഃസ്ഥാപിക്കും. ഈ 5 മാനങ്ങളെയും പുനഃസ്ഥാപിക്കുന്ന വിശ്രാന്തിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഉണ്ടാകുന്നതല്ല. നമ്മൾ ആദ്യം
നമ്മൾ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതമാകുമല്ലോ. പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് ഉള്ള ചലനം മാത്രമല്ല, നമ്മുടെ ഇടപെടലുകൾ, നമ്മളൊരു പ്രദേശത്തേക്ക് മുഴുവനായിട്ട് ഇടപെടൽ ഉണ്ടാവും. ആ ഇടപെടൽ, ആ വ്യാപൃതി എന്ന് പറയുന്നതിൽ നിന്നും പിൻവലി. അപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാവും, ചില കർമ്മങ്ങളിലൂടെ പോകുന്നുണ്ടാവും. ആ കർമ്മങ്ങളിൽ നിന്നും പിൻവലി. കർമ്മങ്ങളിൽ നിന്ന് പിൻവലിയുമ്പോൾ കർമ്മങ്ങളെ നിർത്തിവെക്കാൻ പറ്റുന്ന ഒരു ഇടത്ത് ചെന്നിട്ടല്ലേ നിർത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലാകാം, നമ്മുടെ ബെഡ്റൂമിലേക്കാകാം, അങ്ങനെ എന്താണെങ്കിലും അതിൽ നിന്ന് പിൻവലിഞ്ഞ് നമുക്ക് വിശ്രമിക്കാവുന്ന ഒരു ഇടത്തെത്തി ആ വിശ്രമം എന്ന് പറയുന്ന ഒരു വിശ്രമ സ്ഥാനം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ചിത്രത്തിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഒരു പെൺകുട്ടി വനത്തില് ഉറങ്ങുന്നതാണ്. അപ്പോ ആ വനത്തിലെത്തുമ്പോൾ ഏറ്റവും ശാന്തമായ ഒരു ഇടത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ കർമ്മങ്ങളെല്ലാം നിന്നു, നമ്മൾ ഒരിടത്ത് കിടന്നു അല്ലെങ്കിൽ ഒരിടത്ത് ചാരിയിരുന്നു. അവിടുന്ന് അംഗചലനങ്ങളെ പൂർണ്ണമായിട്ടും നിർത്തി. അംഗചലനങ്ങൾ നിർത്തി കഴിയുമ്പോൾ പതുക്കെ നമ്മൾ ചിന്തകളിൽ ഒരു ലോകത്ത് വ്യാപൃതം. ചിന്തകൾ നിർത്തി കഴിയുമ്പോഴും നമ്മുടെ ശ്രദ്ധയുണ്ടാവും, ജാഗ്രതയുണ്ടാവും. ആ ജാഗ്രതയിൽ നിന്നും പിൻവലിയുന്ന സമയത്ത് ഇതിന് മുമ്പ് കടന്നുപോയ അനുഭവങ്ങളുടെ സ്മൃതികൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോകും. ആ സ്മൃതിയെയും നമ്മൾ പതുക്കെ ഒതുക്കി നിർത്തി കഴിഞ്ഞ് പിന്നെ എന്താണ് ബാക്കി ഉണ്ടാവുന്നത്? പിന്നെ ഉണ്ടാവുന്നത് നമ്മളും പ്രാണനും മാത്രം. ഞാൻ എന്നുള്ള അവസ്ഥ പോലുമില്ല, പ്രാണചാലനം മാത്രം, അകത്തും പുറത്തുമുള്ള പ്രാണന്റെ ചാലനം മാത്രം. ആ പ്രാണചാലനത്തിലൂടെയാണ് ഈ വിശ്രാന്തി എന്നുള്ളത് സംഭവിക്കുന്നത്. അപ്പൊ ഈ വിശ്രാന്തി സംഭവിക്കുന്ന സമയത്ത് ശരീരകോശങ്ങൾ അതിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ അതിന്റെ പൂർണ്ണമായ തലത്തിലേക്ക് നടത്തി അതിനെയും ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ച് അതിന്റെ റീ അലൈൻമെന്റ് കൃത്യമായിട്ട് സംഭവിക്കും. എന്ന് വെച്ചാൽ ഒറിജിനലി അത് എന്തായിട്ടാണോ ഉണ്ടായത്, എങ്ങനെയാണോ അതിന്റെ ബേസിക് ആൽഗരിതം, ഒരു ധർമ്മപാലനത്തിന് വേണ്ടിയിട്ട് പ്രകൃതി ഈ ശരീരത്തിന് എന്ത് ഘടനയാണോ കൊടുത്തിട്ടുള്ളത് ആ ഘടനയിലേക്കുള്ള യാത്രയാണ് സമയത്ത് സംഭവിക്കുക. അവിടെയുള്ള ഓരോ കോശങ്ങളിലും പ്രാണൻ എന്ന് പറയുന്നത് പ്രപഞ്ച ചാലകത്വമാണ്, പ്രപഞ്ചത്തിന്റെ ഡൈനാമിസമാണ്. ആ യൂണിവേഴ്സൽ ഡൈനാമിസം എന്നുള്ള ആ ഒരു ശക്തിയെ, ആ ശക്തി എന്നുള്ളതിനേക്കാളും അതൊരു ആൽഗരിതമാണ്, അല്ലെങ്കിൽ അതൊരു പാറ്റേൺ ആണ്. ആ പാറ്റേണിനെ ശരീരകോശങ്ങളിലേക്ക്, കോശങ്ങൾ വഴി കലകളിലേക്ക്, കലകൾ വഴി അവയവങ്ങളിലേക്ക്, അവയവങ്ങളിൽ വഴി ജീവിയിലേക്ക്, ജീവി വർഗത്തിലേക്ക്, ജീവിവർഗം വഴി ഭൗമ സംവിധാനത്തിലേക്ക്, അതുവഴി പ്രപഞ്ചം വരെയും അങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്ന, ശരിയായ രീതിയിൽ പുനഃഘടന നടത്തി തിരിച്ചു കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് വിശ്രാന്തി എന്ന് പറയുന്നത്. ഇത് പ്രപഞ്ചം മുതൽ ആദികോശം വരെയുള്ള മുഴുവൻ ജൈവസത്തകൾക്കും ഉള്ളതാണ്. ഹൃദയം 2 തവണ മിടിക്കുന്നതിന്റെ ഇടയിൽ നിർത്തിവെച്ചിട്ടുള്ള സമയത്തിൽ നിന്നാണ്, അപ്പോൾ അനുഭവിക്കുന്ന വിശ്രാന്തിയിൽ നിന്നാണ് അടുത്ത തവണ മിടിക്കുവാനുള്ള ഊർജത്തെ സംഭരിക്കുന്നത്. ശ്വാസകോശവും അങ്ങനെ തന്നെ. ശരീരത്തിലെ ഓരോ കോശങ്ങളും പൾസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. സ്പന്ദിക്കാത്തവയുടെ ആ വേഗം കൊണ്ട് നമ്മളത് അറിയുന്നില്ലെന്ന് മാത്രം. എല്ലാം അങ്ങനെ തന്നെ, പ്രപഞ്ചത്തിലെ എല്ലാം അങ്ങനെ തന്നെയാണ്, പ്രകൃതിയിലെ എല്ലാം അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോ വിശ്രാന്തിയിലൂടെയാണ് ശരീരത്തിന്റെ നഷ്ടപ്പെട്ട ഊർജത്തെ പുനഃസ്ഥാപിക്കാൻ കഴിയുക. ശരിയായ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഊർജ സംഭരണ സംവിധാനം എന്ന് പറയുന്നത് ഈ വിശ്രാന്തിയാണ്, വിശ്രമമാണ്. വിശ്രമം കൊണ്ട് മാത്രമാണ് ശരീരത്തിന്റെ പുനഃഘടന സംഭവിക്കുക, എല്ലാത്തിനെയും ക്രമീകരിക്കാൻ കഴിയുക, എല്ലാത്തിനെയും തുലനമാക്കാൻ കഴിയുക. വിശ്രാന്തിയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. അപ്പോ നിദ്രയിലൂടെ നമുക്ക് സംഭവിക്കുന്ന ശരീര വിശ്രമം പോലെ തന്നെ ധ്യാനത്തിലൂടെ മനസ്സിന്റെയും ചിന്തയുടെയും സ്മൃതിയുടെയും ഒക്കെ ധ്യാനം സംഭവിക്കും. പൂർണ്ണനിദ്രയിൽ ഇതെല്ലാം ഒരുമിച്ച് സംഭവിക്കുകയാണ് ചെയ്യുക. അപ്പോ വിശ്രാന്തി എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നായി മനസ്സിലാക്കുക. വിശ്രാന്തിയുടെ സമയത്ത് നമ്മൾ വെള്ളം കുടിച്ച് വിശ്രമിച്ചാലോ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചാലോ അത് വിശ്രമമാവില്ല. പൂർണ്ണ വിശ്രമം എന്ന് പറയുന്നത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് അവയ്ക്ക് പ്രവർത്തിക്കാനുള്ള ധർമ്മചക്രങ്ങൾ പൂർത്തീകരിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള വെറുതെ ഇരിപ്പാണ്, വെറുതെ കിടപ്പാണ്. ആ സമയത്ത് നമുക്ക് വൈകാരികമായിട്ടുള്ള തള്ളലുകളില്ല, ഉയർച്ചകളില്ല, താഴ്ചകളില്ല, ഒന്നുമില്ല. ശാന്തമായി തുലനം ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ പ്രാണനിൽ അലിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് വിശ്രാന്തി. അതാണ് ജീവിതത്തിന്റെ ഏറ്റവും ജീവനെ നിലനിർത്താനുള്ള ഏറ്റവും ആധാരമായിട്ടുള്ള പ്രക്രിയ. ഇത് നമ്മൾ നിരന്തരം അനുഭവിക്കുന്നുണ്ട്. ഇനി ശ്രദ്ധയോടെ അതിനെ അനുഭവിക്കുക, അറിയുക, അതിലായിത്തീരുക. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.